ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5-6 വർഷം മുമ്പ് ഇതിന്റെ തീവ്രത നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ മുഖംമൂടി പുറത്തുവരികയാണ്. നമ്മൾ സിനിമയിലൂടെ ആരാധിച്ച, അനുകരിച്ച പലരുടെയും യഥാർത്ഥ രൂപം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ റിപ്പോർട്ടിലൂടെ. ആരൊക്കെയാണവർ? മലയാള സിനിമ ഇപ്പോൾ വിജയത്തിന്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. കലാമൂല്യമുള്ള സിനിമകളായി മലയാളം ഫിലിം ഇൻഡസ്ട്രി വരുമ്പോൾ നമുക്കാർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മറ്റൊരു മുഖവും ഈ മലയാള സിനിമക്കുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. മലയാള സിനിമയുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് സ്ത്രീകൾ നേരിടുന്നത് എന്ന് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാണ്. വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴി പുറത്തു വന്നിട്ടുള്ളത്. 300-ലധികം പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ 233 പേജുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇനി പല പേരുകളും പുറത്തു വന്നാൽ വലിയ പ്രമുഖർ തന്നെ വീഴുമെന്നത് മറ്റു പേജുകൾ ഒഴിവാക്കിയതിലൂടെ വ്യക്തമാണ്. മലയാള സിനിമാ ഇൻഡസ്ട്രി തന്നെ ചിലപ്പോൾ നിശ്ചലമായിരിക്കും. നമ്മുടെ സിനിമാ മേഖലയിൽ മദ്യവും മയക്കുമരുന്നും വളരെയധികം ഉപയോഗപ്പെടുന്നു. ഈ മയക്കുമരുന്നിന്റെ ഇൻഫ്ലുവൻസിൽ പ്രമുഖ നടന്മാർ നടിമാരുടെ ഹോട്ടൽ റൂമുകളിലേക്ക് രാത്രികളിൽ വന്നു മുട്ടുന്നു. സെക്ഷലി ഫേവർ കൊടുക്കാത്തവർക്ക് ചാൻസ് പോലും മലയാള സിനിമയിൽ ലഭിക്കുന്നില്ല. എന്തിനു പറയുന്നു, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാനുള്ള സൗകര്യം പോലും സിനിമാ സെറ്റുകളിൽ ഇല്ല എന്നതാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഡ്രസ് മാറാനോ തുണി വെച്ച് മറ ഉണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മുടെ സോ കോൾഡ് റെവല്യൂഷനൈസ്ഡ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ളത്. ഇത്രയും കലാമൂല്യമുള്ള സിനിമ ഇറക്കുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ പുരോഗമിച്ചിട്ടില്ല. ഇതാണ് സത്യാവസ്ഥ. പല പ്രമുഖരും ഇതിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും റിപ്പോർട്ടിൽ പേരുകൾ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? താരസംഘടനയായ അമ്മ പറയുന്നത് റിപ്പോർട്ട് പഠിച്ചിട്ട് പറയാം, ഇപ്പോൾ സ്റ്റേജ് ഷോ ആണ് പ്രാധാന്യമെന്ന്. ഇപ്പോഴും മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇതിനെ സീരിയസ് ആയി എടുക്കാതെ നിസാരമായി തള്ളിക്കളയുകയാണ്. എന്തിനു വേണ്ടിയാണിത്? നടിയെ ആക്രമിച്ച കേസ് ഒരു ഒറ്റപ്പെട്ട കേസല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കേസുകളിൽ ഒന്നു മാത്രമാണിത്. ആ സമയത്ത് ഇത് പുറത്തു വന്നതുകൊണ്ട് പുറം ലോകം അറിഞ്ഞു എന്നാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ ഒത്തിരി കേസുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. WCC അംഗങ്ങളായ ചിലർ പറയുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ ഒന്നും നടക്കുന്നില്ല, എന്നും സ്ത്രീകൾ സുരക്ഷിതമാണ് അവിടെ എന്നാണ്. എന്നാൽ WCCയിൽ അംഗമായിട്ട് പോലും ഇത്തരം പരാമർശം ആരാണ് നടത്തിയത്? ഈ പ്രമുഖ നടിക്ക് പിന്നീട് മലയാളം സിനിമയിൽ നല്ല നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അഭിനയിക്കാൻ കഴിവും ആഗ്രഹവുമുള്ള സ്ത്രീകൾക്ക് സ്വന്തം ശരീരം പണയം വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. സിനിമാ മേഖലയിൽ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും സ്ത്രീകൾക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും നിഷേധിക്കപ്പെടുകയാണ്. ഇതിൽ WCC അംഗമായ ആളുകൾ തന്നെ പറയുന്നു, സ്ത്രീകൾ ഇങ്ങനെ നേരിടുന്നെങ്കിൽ അവർ തുറന്നു പറയണം, അവസരത്തിനു വേണ്ടി നിൽക്കരുത് എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പുതുമുഖ ആർട്ടിസ്റ്റ് ഒരു പ്രമുഖ സ്റ്റാറിനെതിരെ പറയുമ്പോൾ ആരൊക്കെ അവരുടെ കൂടെ നിൽക്കുമെന്ന്. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ നമ്മളത് കണ്ടതാണ്. അത്രയും പ്രമുഖയായ നടിയായിട്ട് പോലും അവർക്ക് നീതി ലഭിക്കുന്നത് ഏതു രീതിയിലാണെന്ന്. അപ്പോൾ ഒരു പുതുമുഖ ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഏതു രീതിയിലായിരിക്കും അവർക്ക് നീതി ലഭിക്കുക എന്നത് വ്യക്തമാണ്. ഇത്രകാലം പുറം ലോകം കാണാതെ നിന്ന ഈ റിപ്പോർട്ട് ഇപ്പോൾ 50-ലധികം പേജുകൾ മിസ്സാക്കി പുറത്തുവിട്ടിരിക്കുന്നു. ഇതിലൂടെ തന്നെ വ്യക്തമാണ് ആ 50 പേജുകളിൽ ഒരുപാട് പ്രമുഖരുടെ പേരുകളാണ് ഉൾപ്പെട്ടത് എന്ന്. നമ്മൾ ആരാധിച്ചിരിക്കുന്ന പലരും ഇതിൽ ഉൾപ്പെട്ടിരിക്കും.